പ്രീവിയസ് വീഡിയോയിൽ സ്റ്റേറയുടെ ടാറ്റിക്സ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ സ്റ്റേറ കുറച്ച് കൺട്രോൾഡായി പൊസിഷൻ ഗെയിമും ഷോർട്ട് പാസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പരിശീലിപ്പിച്ചിട്ടുള്ള ടീമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ആ ടീമായ ഉത്തേ താനി FC എന്ന തായ്ലാൻഡ് ഫസ്റ്റ് ഡിവിഷൻ ലീഗിലെ സ്റ്റേറയുടെ ടീമിൻ്റെ ടാറ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ സ്റ്റേറ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് പ്രീവിയസ് ആയി പരിശീലിപ്പിച്ച ഉത്തേ താനി FC എന്ന ഈ ടീമിൻ്റെ ടാറ്റിക്കൽ അനാലിസിസ് സെപ്പറേറ്റ് ആയി ചെയ്യാനുള്ള കാരണം സ്റ്റേറയുടെ മറ്റു ടീമുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു ടാറ്റിക്സ് കണ്ടൊരു ടീമായതുകൊണ്ടും കൂടാതെ ISL ടീമുകളിൽ കാണുന്ന ഒരു പ്ലേയിങ് സ്റ്റൈൽ ക്വാളിറ്റി ഈ ടീമുകളിലെല്ലാം കാണുന്നതും കൊണ്ട് കൂടിയാണ്. തായ്ലാൻഡ് ലീഗിലെ പ്ലേയേഴ്സാണ് കുറച്ചുകൂടി ISLേക്കാൾ ക്വാളിറ്റി ഉള്ളതായി തോന്നുന്നെങ്കിലും ISLൻ്റെ സിമിലർ ക്വാളിറ്റി ഉള്ളൊരു ഗെയിം ഈ ലീഗിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താനി FCയിലെ ഈ ടാറ്റിക്സ് സ്റ്റേറ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരുവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറയുടെ ടാറ്റിക്സ് അനാലിസിസ് ചെയ്യാൻ ഫുൾ മാച്ച് റിപ്ലൈ കാണാൻ സാധിച്ചിട്ടുള്ള ഒരു മാച്ച് തായ്ലാൻഡ് ലീഗിലെ കപ്പ് കോമ്പറ്റീഷനായ ഈ സീസണിലെ റിവ്യൂ കപ്പിൽ സ്റ്റേറയുടെ കീഴിൽ ഇറങ്ങിയ താനി FCയുടെ ഒരു മാച്ചാണ്. കൂടാതെ താനി FCയുടെ മറ്റ് മാച്ചുകളുടെ ഹൈലൈറ്റ്സ് നമ്മൾ കണ്ടിരുന്നു. ആ മാച്ചുകളും ഇത്തരത്തിലൊരു ഗെയിം തന്നെയാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാച്ചിൽ സ്റ്റേറ നടപ്പാക്കിയ ടാറ്റിക്സ് നോക്കാം. എല്ലാവർക്കും സ്പോർട്സ് സ്റ്റഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്റ്റെഹറ യൂറോപ്പിൽ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു മികച്ച ക്ലബ്ബായ ഹക്കിനെ കുറിച്ച് നമ്മൾ അനാലിസ് ചെയ്തപ്പോൾ ആ ക്ലബ്ബിൽ പോലും ലോങ് ബോൾ, കൗണ്ടർ അറ്റാക്ക് എന്നീ ടാറ്റിക്സുകളാണ് കൂടുതലായി യൂസ് ചെയ്തിരുന്നത്. അവിടുത്തെ മത്സരങ്ങളിൽ പോലും ഒരു 45% താഴെയാണ് പലപ്പോഴും സ്റ്റെഹറയുടെ ബോൾ പൊസിഷൻ കണ്ടിരുന്നത്. എന്നാൽ സെക്കൻഡ് ഡിവിഷനിൽ നിന്ന് പ്രമോഷൻ ചെയ്ത് ഫസ്റ്റ് ഡിവിഷനിലേക്ക് വന്ന തായ്ലാൻഡ് ലീഗിലെ ഈ താനി FCയിലേക്ക് വരുമ്പോൾ ലീഗിലെ ടോപ്പ് 4 ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ പോലും ഈക്വലി അല്ലെങ്കിൽ 45% മുകളിലെങ്കിലും പൊസിഷൻ കാണുന്നുണ്ട്. അതുപോലെ മിഡ് ടേബിൾ ആൻഡ് ബോട്ടം ടേബിളിലേക്കൊക്കെ വന്നാൽ ഒരു 60% അല്ലെങ്കിൽ 60% അടുത്ത് വരെ ബോൾ പൊസിഷൻ നിലനിർത്തി കളിക്കുന്നതായി കാണുന്നുണ്ട്. ഇവിടെ സ്റ്റേറ യൂറോപ്പിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പൊസിഷൻ ഫുട്ബോൾ ടാറ്റിക്സ് തായ്ലാൻഡിൽ യൂസ് ചെയ്തിട്ടുള്ളത് പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റിയിൽ വന്ന വ്യത്യാസം കൊണ്ട് തന്നെയായിരിക്കും. യൂറോപ്പിൽ സ്റ്റേറയുടെ കീഴിൽ ലോങ് ബോൾ, ലോങ് പാസ് ഒക്കെ അധികമായി കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ ആക്യുറേറ്റായി പാസ് എത്തിക്കാൻ സാധിക്കുന്ന പ്ലേയേഴ്സ് അവിടെ അവൈലബിൾ ആയതുകൊണ്ടാണ്. എന്നാൽ തായ്ലാൻഡ് ലീഗിൽ അത്തരത്തിലുള്ള പ്ലേയേഴ്സ് അവൈലബിൾ ആയിരിക്കില്ല. കൂടാതെ തായ് ലീഗിൽ മിനിമം 4 ഫോറിൻ പ്ലേയേഴ്സ് മാത്രമേ ടീമിൽ ഉണ്ടാവാൻ പാടുകയുള്ളൂ. അതിൽ 2 ഫോറിൻ പ്ലേയേഴ്സിന് മാത്രമേ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉൾപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. ഇതുകൊണ്ട് തന്നെ മികച്ച ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം താനി FCയിൽ സ്റ്റേറ പൊസിഷൻ ഫുട്ബോൾ ആൻഡ് ഷോർട്ട് പാസിലേക്ക് മാറിയത്. ഇന്ന് നമുക്ക് സ്റ്റേറയുടെ ടീമായ തായ് FCയുടെ റിവോ കപ്പിലെ മാച്ച് അനാലിസിസ് ചെയ്തുകൊണ്ട് സ്റ്റേറ കുറച്ചുകൂടി കൺട്രോൾഡായി പൊസിഷൻ ഫുട്ബോൾ കളിച്ച ആ ടാറ്റിക്സിനെ കുറിച്ച് മനസ്സിലാക്കാം. ഈ മാച്ചിൽ സ്റ്റേറയുടെ ടീമായ ഉത്തായി താനി FCയും ഒപ്പോണ്ടായ പട്ടായ യുണൈറ്റഡും 3-4-3 എന്ന ഫോർമേഷനിൽ തന്നെയാണ് ഇറങ്ങിയത്. ഇവിടെ തായ് FCയുടെ കയ്യിൽ ബോൾ പൊസിഷനുള്ളപ്പോൾ ഡിഫൻസിൽ നിന്ന് ആരംഭിക്കുന്ന ബിൽഡപ്പിലേക്ക് വന്നാൽ ഡിഫൻസിൽ 3 മാൻ സെൻറ്റർ ബാക്കിനെ വൈഡ് നിർത്തിക്കൊണ്ട് സെൻറ്റർ ബാക്കിലൂടെ ആരംഭിക്കുന്ന ബിൽഡപ്പാണ്. ഈ ബിൽഡപ്പ് ഗ്രൗണ്ടിൻ്റെ 2 സൈഡിലൂടെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഗ്രൗണ്ടിൻ്റെ റൈറ്റ് സൈഡിലൂടെയാണ് ബിൽഡപ്പ് പ്രോഗ്രസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റേറയുടെ 3-4-3 എന്ന ഫോർമേഷനിലെ റൈറ്റ് സെൻറ്റർ ബാക്കും മിഡ്ഫീൽഡിലുള്ള റൈറ്റ് സെൻറ്റർ മിഡ്ഫീൽഡറും റൈറ്റ് മിഡ്ഫീൽഡറും അതുപോലെ ഫോർവേഡിലുള്ള റൈറ്റ് വിങ്ങറും കൂടി ചേർന്ന് ഒരു ഡയമണ്ട് സ്ട്രെച്ചർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ന്യൂമറിക്കലി അഡ്വാൻറ്റേജ് നേടി റൈറ്റ് മിഡിൽ തേർഡിലൂടെ നടത്തുന്ന പ്രോഗ്രഷനാണ്. ഇതൊന്നുകൂടി ഡീറ്റെയിൽ ആയി നോക്കിയാൽ സ്റ്റേറയുടെ 3-4-3 ഫോർമേഷനിലെ സ്ട്രൈക്കറിൻ്റെ കൂടെ ഫോർവേഡിലുള്ള 2 വിങ്ങേഴ്സും ഒരു ഇൻവേർട്ടഡ് വിങ്ങർ റോളാണുള്ളത്. അതായത് ഇപ്പോൾ ബിൽഡപ്പ് പ്രോഗ്രസ് ചെയ്യുന്ന സമയം ഇവർ ഇൻസൈഡ് ചാനലിലേക്ക് കട്ട് ചെയ്ത് നിന്നുകൊണ്ട് 2 വൈഡ് മിഡ്ഫീൽഡേഴ്സായ ലെഫ്റ്റ് മിഡ്ഫീൽഡറിനും റൈറ്റ് മിഡ്ഫീൽഡറിനും 2 വൈഡ് ചാനലിലൂടെയും ഫോർവേഡിലേക്ക് ഓവർലാപ്പ് ചെയ്യാൻ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇൻവേർട്ടഡ് റൺ നടത്തുന്ന റൈറ്റ് വിങ്ങറും ഓവർലാപ്പ് റൺ നടത്തുന്ന റൈറ്റ് മിഡ്ഫീൽഡറും അതുപോലെ തന്നെ മിഡ്ഫീൽഡിലുള്ള റൈറ്റ് സെൻറ്റർ മിഡ്ഫീൽഡറും കൂടാതെ ഡിഫൻസിൽ നിന്ന് ബിൽഡപ്പിനായി ഡിഫൻസീവ് ലൈനിൽ നിന്നും അഡ്വാൻസ് ചെയ്ത് നിൽക്കുന്ന റൈറ്റ് സെൻറ്റർ ബാക്കും കൂടി ചേർന്നുകൊണ്ട് ഒരു ഡയമണ്ട് സ്ട്രെച്ചർ ക്രിയേറ്റ് ചെയ്ത് ഒപ്പോൺ ഡിഫൻസീവ് സ്ട്രെച്ചറിനെതിരെ റൈറ്റ് മിഡിൽ തേർഡിലായി ന്യൂമറിക്കലി അഡ്വാൻറ്റേജ് നേടിക്കൊണ്ട് നടത്തുന്ന ഒരു ബിൽഡപ്പാണ്. ഇവിടെ ഒപ്പോണിൻ്റെ ഏത് ഡിഫൻസീവ് സ്ട്രക്ചർ എടുത്ത് നോക്കിയാലും പല സമയങ്ങളിലും 4:3 എന്നൊരു ന്യൂമറിക്കലി അഡ്വാൻറ്റേജ് ഈ ബിൽഡപ്പ് സമയത്ത് സ്റ്റേറയുടെ ടീമിന് ഗ്രൗണ്ടിൻ്റെ വൈഡ് ഏരിയാസിൽ നേടാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ബിൽഡപ്പ് നടക്കുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ ഡിഫൻസിൽ നിന്ന് ബിൽഡപ്പ് ആരംഭിക്കുന്ന സമയങ്ങളിലോ മിഡ്ഫീൽഡിലുള്ള 2 സെൻറ്റർ മിഡ്ഫീൽഡേഴ്സ് ഒരു സ്റ്റാഗേർഡ് പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. ഇത്തരത്തിൽ മിഡ്ഫീൽഡേഴ്സ് നിൽക്കുന്നത് കൊണ്ട് ടീമിന് മൾട്ടിപ്ലൈ അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്നാമതായി ഒപ്പോണിൻ്റെ ഡിഫൻസീവ് ലൈന് തൊട്ട് മുമ്പായി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്ത് നിൽക്കുന്ന ഡ്യുവൽ വിങ്ങേഴ്സും ഈ സെൻറ്റർ മിഡ്ഫീൽഡറും വരുന്നത് കൊണ്ട് തന്നെ മിഡ്ഫീൽഡിലെ ഒപ്പോണിൻ്റെ ഡിഫൻസീവ് ലൈൻ ഡിഫൻസിലേക്ക് തന്നെ പുഷ് ചെയ്ത് നിർത്തിക്കൊണ്ട് മിഡ്ഫീൽഡിൽ സെൻട്രലായി ഫ്രീ ആയി നിൽക്കുന്ന സെക്കൻഡ് സെൻറ്റർ മിഡ്ഫീൽഡറിന് വലിയ രീതിയിൽ ഒപ്പോണൻറ്റ് പ്ലേയേഴ്സിൽ നിന്ന് പ്രസ്സിംഗ് വരാതെ ഡിഫൻസിൽ നിന്നൊക്കെ ബോൾ സ്വീകരിച്ചുകൊണ്ട് മികച്ച രീതിയിൽ ബിൽഡപ്പ് നടത്താൻ സാധിക്കും.
രണ്ടാമതായി ഈ സെൻട്രൽ മിഡ്ഫീൽഡർ ഫോർവേഡിൽ ഒരു അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെ അറ്റാക്കിംഗ് സമയത്ത് ഫോർവേഡിൽ കൂടുതൽ പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കും. ഇനി ഇതുവരെ പറഞ്ഞ ഗ്രൗണ്ടിലെ രണ്ട് സൈഡിലുമായി 4 മാൻ പ്ലേയേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് ബോൾ പൊസിഷൻ നിലനിർത്തിയ ശേഷം സ്ട്രൈക്കറിലേക്കോ അല്ലെങ്കിൽ അറ്റാക്കിംഗ് തേർഡിലേക്ക് റൺ നടത്തുന്ന മറ്റ് പ്ലേയേഴ്സിലേക്ക് ബോൾ എത്തിച്ചു കൊടുക്കുന്നത് ഒപ്പോണിൻ്റെ ഡിഫൻസീവ് ലൈൻ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് സ്പേസ് കണ്ടെത്തിക്കൊണ്ടാണ്. അതായത് ഈ ഡയമണ്ട് സ്ട്രക്ചറിലേക്ക് ബിൽഡപ്പ് നടത്തുന്ന സമയങ്ങളിൽ ഇൻവേർട്ടഡ് റൺ നടത്തുന്ന വിങ്ങർ ആയാലും അതുപോലെ വൈഡ് ചാനലിലൂടെ ഓവർലാപ്പ് റൺ നടത്തുന്ന ലെഫ്റ്റ് മിഡ്ഫീൽഡറും റൈറ്റ് മിഡ്ഫീൽഡറും ഒക്കെ കൂടുതലും ഡിഫൻസീവ് ലൈന് മുമ്പായി വൈഡ് മിഡ്ഫീൽഡ് ഏരിയയിലാണ് ഉണ്ടാവുക. ഇവരെ പ്രസ് ചെയ്യാനായി ഒപ്പോണിൻ്റെ ഡിഫൻസീവ് ലൈനിലെ വൈഡ് ഏരിയയിൽ നിൽക്കുന്ന ഡിഫൻഡേഴ്സ് മിഡ്ഫീൽഡിലേക്ക് അഡ്വാൻസ് ചെയ്തു വരുമ്പോൾ ഇവർക്ക് പുറകിലായി ഡിഫൻസീവ് ലൈൻ ബ്രേക്ക് ചെയ്യപ്പെട്ട് അറ്റാക്കിംഗ് സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഈ സ്പേസിലേക്ക് റൺ നടത്തുന്ന സ്ട്രൈക്കർക്കോ അല്ലെങ്കിൽ മറ്റ് പ്ലേയേഴ്സിലേക്കോ ത്രൂ പാസ് നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ ഡിഫൻഡറിൻ്റെ മുകളിലൂടെ ഒരു ലോ പാസ് നൽകിക്കൊണ്ടോ ബോൾ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള അറ്റാക്കിംഗ് സ്പേസിലേക്ക് ഈ മത്സരത്തിൽ കൂടുതലായി റൺ ചെയ്ത് കാണുന്നത് ടാർഗറ്റ് മാനായുള്ള സ്ട്രൈക്കറും അതുപോലെ വിങ്ങേഴ്സും വൈഡ് മിഡ്ഫീൽഡേഴ്സും ഒക്കെയാണ്. ഈ മത്സരത്തിൽ സ്റ്റെയറയുടെ സെയിം ഫോർമേഷനായ 3-4-3യിൽ ഒപ്പോണൻ്റ് ഇറങ്ങിയതുകൊണ്ട് തന്നെ 3 സെൻറ്റർ ബാക്കും 2 വൈഡ് മിഡ്ഫീൽഡേഴ്സ് അടക്കം ഒപ്പോണൻ്റ് 5 മാൻ ഡിഫൻസീവ് ലൈൻ ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഇതുകൊണ്ട് തന്നെ സ്റ്റെയറയുടെ ടീം ഒപ്പോൺ ടീമിൻ്റെ ഡിഫൻസീവ് ലൈൻ ബ്രേക്ക് ചെയ്ത് അറ്റാക്കിംഗ് സ്പേസ് കണ്ടെത്താൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഒപ്പോണൻ്റ് ഒരു 4 മാൻ ഡിഫൻസീവ് ലൈനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റെയറയുടെ ഈ ബിൽഡപ്പിലൂടെയുള്ള അറ്റാക്കിംഗ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഡിഫൻസ് ലൈൻ കുറച്ചുകൂടി എളുപ്പം ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ ഒരു സൈഡിലൂടെയുള്ള ഡയമണ്ട് സ്ട്രക്ചർ ബിൽഡപ്പ് മികച്ച രീതിയിൽ നടന്നില്ലെങ്കിൽ വളരെ ക്വിക്കായി 3 മാൻ സെൻറ്റർ ബാക്കിലൂടെ ബോൾ സൈഡ് സ്വിച്ച് ചെയ്ത് വന്നുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലൂടെ ഈ സെയിം രീതിയിൽ ബിൽഡപ്പ് പ്രോഗ്രഷൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇനി ഈ രണ്ട് സൈഡിലൂടെയും മികച്ച രീതിയിൽ ബിൽഡപ്പ് പ്രോഗ്രഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഗോളിയിലേക്ക് തിരിച്ച് പാസ് നൽകിക്കൊണ്ട് ഗോളിയിൽ നിന്ന് സ്ട്രൈക്കറിലേക്കുള്ള ലോങ് ബോളുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൻറ്റർ ബാക്കും ഡിഫൻസീവ് തേർഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് നിന്നുകൊണ്ട് സ്ട്രൈക്കറിലേക്കും വിങ്ങറിലേക്കും നൽകുന്ന ലോങ് ബോളുകളും കാണാം. ഇവിടെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു ടാർഗറ്റ് മാനെ പോലെ ഫിസിക്കുള്ള സ്ട്രൈക്കർ ഫോർവേഡിൽ ഉണ്ടായിട്ടും സാധാരണ ലോങ് ബോൾ ടാറ്റിക്സിൽ കാണാറുള്ള സ്ട്രൈക്കർ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്ന് ലോങ് ബോൾ സ്വീകരിച്ച് അവിടെ നിന്ന് ബിൽഡപ്പ് ചെയ്യുന്ന രീതി കാണുവാനില്ല. എല്ലാ ലോങ് ബോളുകളും ഡിഫൻസീവ് ലൈൻ ബ്രേക്ക് ചെയ്ത് നൽകുന്ന ലോങ് ബോളുകളാണ്. ഇതൊരു പക്ഷേ ഫോർവേഡിൽ പ്ലേയേഴ്സ് എല്ലാം വൈഡായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ലോങ് ബോളുകൾ വിൻ ചെയ്ത് മിഡ്ഫീൽഡിൽ നിന്ന് ബിൽഡപ്പ് അറ്റാക്ക് ആരംഭിക്കാൻ കഴിയില്ലാത്തത് കൊണ്ടായിരിക്കാം. ഇനി ഈ 3-4-3 എന്ന സ്റ്റെയറയുടെ ഫോർമേഷനിലെ ഓഫ് ദ ബോൾ സമയത്തുള്ള ടീമിൻ്റെ ഡിഫെൻഡിങ്ങിലേക്ക് വന്നാൽ കൂടുതലും ഗോളി അടക്കം വരുന്ന ഒപ്പോണൻറ്റ് പ്ലേയേഴ്സിനെ മാൻ ടു മാൻ മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഹൈ പ്രേസിംഗ് ആണ് കാണുന്നത്. ഇവിടെ ഒപ്പോണൻറ്റ് ടീമും 3-4-3 എന്ന ഫോർമേഷൻ തന്നെ യൂസ് ചെയ്യുന്നത് കൊണ്ട് അവർ ഒരു സൈഡിലൂടെ ബിൽഡപ്പ് പ്രോഗ്രഷൻ ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സെൻറ്റർ ബാക്ക് ഒഴികെയുള്ള മറ്റ് എല്ലാ പ്ലേയേഴ്സിനെയും ഈക്വലി മാർക്ക് ചെയ്തുകൊണ്ട് ഹൈ പ്രസിംഗ് നടത്താൻ സ്റ്റെയറയുടെ ടീമിന് സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സ്റ്റെയറയുടെ ടീം നടത്തുന്ന ഹൈ പ്രസിംഗ് കാരണം ഒപ്പോണൻറ്റ് ഗോളി ഫോഴ്സ്ഫുള്ളി ലോങ് കിക്സ് എടുക്കേണ്ടി വരികയും പലപ്പോഴായി അവരുടെ പൊസിഷൻ നഷ്ടപ്പെടുന്നതും ഈ മത്സരത്തിൽ കാണാമായിരുന്നു. ഇനി സ്റ്റെയറയുടെ ടീം ഗോളുകൾ നേടിയ ശേഷം ഈ മത്സരത്തിൻ്റെ അവസാനം 3 സെൻറ്റർ ബാക്കുകളും 2 വൈഡ് മിഡ്ഫീൽഡേഴ്സും അടങ്ങുന്ന 5 മാൻ ഡിഫൻസീവ് ലൈൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 5-4-1 എന്നൊരു ലോ ബ്ലോക്ക് സ്ട്രക്ചറിലേക്ക് മാറി ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നാൽ 1-2 ഗോളുകൾക്ക് ശേഷം നല്ലൊരു ഡിഫൻസീവ് അപ്രോച്ച് സ്റ്റെയറയുടെ ഭാഗത്തുനിന്ന് കണ്ടേക്കാം. അപ്പോൾ എന്തായാലും വരും വീഡിയോയിൽ സ്റ്റെയറയുടെ ടാറ്റിക്സിലെ ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിൻ്റെ റോളുകളൊക്കെ ഡിസ്കസ് ചെയ്യാം. വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ട ഇൻഫോർമേഷൻസ് ലഭിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.